എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് പെൻഷൻ ഇനത്തിൽ കർശനമായിട്ടുള്ള പരിശോധന ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. സ്ത്രീ സുരക്ഷാ പെൻഷൻ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി ഓരോ മാസവും വലിയ പണമാണ് സംസ്ഥാന സർക്കാരിന് കണ്ടെത്തേണ്ടത്. നേരത്തെ 800 കോടി രൂപ ഒരു മാസത്തെ ക്ഷേമ പെൻഷന് വേണ്ടിയിരുന്നത് 1045 കോടി രൂപയാണ് ഒറ്റ മാസത്തെ ക്ഷേമ പെൻഷൻ, അതായത് ഡിസംബർ മാസത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇത് വലിയ ഒരു തുകയാണ്. ഇത് കൂടാതെയാണ് 30 ലക്ഷത്തോളം സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയൊരു തുക തന്നെ സംസ്ഥാന സർക്കാരിന് കണ്ടെത്തണം. ഇതിന് മുന്നോടിയായി അനർഹരായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലഭ്യമായിട്ടുള്ള പുതിയ റിപ്പോർട്ടാണ് പറയുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ ഭരണമാറ്റ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന ഒരു പ്രക്രിയയായിരിക്കും അർഹതയില്ലാത്ത പെൻഷൻകാരെ ഒഴിവാക്കുന്ന നടപടി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വഴി നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹതാ പരിശോധന ഇപ്പോൾ വളരെ കർശനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അനർഹരെ ഒഴിവാക്കി അർഹർക്ക് മാത്രം പെൻഷൻ നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ രീതികൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ പരിശോധനാ രീതി മസ്റ്ററിംഗ് ആണ്. അതിനിപ്പോൾ ഉണ്ടാകില്ല. അത് നിയമസഭാ ഇലക്ഷനും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ. വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അടുത്തത്. വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന കുടുംബ വാർഷിക വരുമാനം നിശ്ചിത പരിധി, അതായത് 1 ലക്ഷം രൂപക്ക് താഴെയാണ് എന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. സംശയമുള്ളവരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തുകയും ചെയ്യും. മറ്റ് സർക്കാർ വകുപ്പുകളോട് ചേർന്ന് ഡാറ്റാബേസ് പരിശോധനയും ഉണ്ടാകും. മോട്ടോർ വാഹന വകുപ്പ്, വൈദ്യുതി ബോർഡ്, GST വകുപ്പ് എന്നിവരുടെ വിവരങ്ങളുമായി പെൻഷൻകാരുടെ ആധാർ വിവരങ്ങൾ ഒത്തുനോക്കും. ഇതിലൂടെ വാഹനം, വലിയ വീട്, വൈദ്യുതി ഉപയോഗം എന്നിവ കണ്ടെത്താനാകും. പെൻഷൻ അനർഹതാ മാനദണ്ഡങ്ങൾ. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഒരാളെ പെൻഷൻ അനർഹരായി കണക്കാക്കുകയും പെൻഷൻ റദ്ദാക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലാണ് എങ്കിൽ അയോഗ്യനാക്കും. വീടിന്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് എങ്കിലും പെൻഷന് അയോഗ്യതയാകും. സ്വന്തമായി 1500 cc മുകളിലുള്ള കാറോ മറ്റ് 4 ചക്ര വാഹനങ്ങളോ ഉണ്ട് എങ്കിൽ ടാക്സി ഒഴികെയുള്ളവയാണ്. അങ്ങനെ ഉണ്ട് എങ്കിലും പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. അതിലെ വീട്ടിലെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റേതെങ്കിലും അംഗം സർക്കാർ ജോലിയോ സർവീസ് പെൻഷനോ ഉണ്ട് എങ്കിലും അവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കും. അതുപോലെ ആദായ നികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിലും ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കും. മറ്റ് പെൻഷൻ, അതായത് ഒന്നിലധികം സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട് എങ്കിലും, അതായത് വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ ഒഴികെയുള്ള മറ്റ് സർക്കാർ പെൻഷൻ സഹായങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്കും ക്ഷേമ പെൻഷന് യോഗ്യതയില്ല. പെൻഷൻ തടഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യണം? അതായത് ഇങ്ങനെ പരിശോധന നടക്കുമ്പോൾ അനർഹരാണ് എന്ന് കരുതി പല അർഹരുടെയും പെൻഷൻ തടഞ്ഞു വെക്കാറുണ്ട്. അങ്ങനെയുള്ളത് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പരിശോധന നടക്കാതെ തന്നെ പല ആളുകളുടെയും പെൻഷൻ തടഞ്ഞു വെക്കാറുണ്ട്, അല്ലെങ്കിൽ മുടങ്ങിപ്പോവാറുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഏത് രീതിയിൽ മുടങ്ങുകയാണ് എങ്കിലും തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുകളിൽ നേരിട്ടെത്തി സെക്രട്ടറിയെ കണ്ട് പരാതി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണ് പെൻഷൻ തടഞ്ഞത് എന്ന് അവിടെ നിന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പഴയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ മുടങ്ങുകയാണ് എങ്കിൽ, അതായത് വരുമാനം തെറ്റായി രേഖപ്പെടുത്തിയത് മൂലമോ അല്ലെങ്കിൽ വിറ്റ വാഹനം സ്വന്തം പേരിൽ കിടക്കുന്നത് മൂലമോ ആണ് പെൻഷൻ മുടങ്ങിയത് എങ്കിൽ അതിന് അപ്പീൽ നൽകാൻ സാധിക്കുന്നതാണ്. അതിന് തെളിയിക്കുന്ന രേഖ അപ്പീലിനൊപ്പം ഹാജരാക്കണം എന്നുള്ളതാണ്. സേവന പോർട്ടൽ, അതായത് welfare-pension.isgkerala.gov.in എന്ന വെബ്സൈറ്റിലെ ബെനിഫിഷ്യറി സെർച്ചിൽ പെൻഷൻ ID നൽകിയാൽ നിലവിലെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അനർഹരായി പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തുകയാണ് എങ്കിൽ കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ചടക്കാൻ സർക്കാർ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം പലിശയടക്കം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മസ്റ്ററിംഗ് സമയത്ത് ചെയ്യാൻ കഴിയാത്തവർക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ ഇതിനകം മുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വീടുകൾ കയറിയിട്ട് പരിശോധന നടത്തിയിട്ടില്ല എങ്കിൽ മറ്റ് ഡാറ്റാബേസുകൾ പരിശോധിച്ച് നമ്മുടെ വീടിന്റെ വലിപ്പം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആരുടെയെങ്കിലും പേരിൽ വാഹനം ഉണ്ടോ, അതുപോലെ നമുക്ക് വരുന്ന വൈദ്യുതി ബില്ല്, ഇവയെല്ലാം അറിയാൻ സാധിക്കും. ഇതിലൂടെ അർഹതാ മാനദണ്ഡം പരിശോധിക്കാനും സാധിക്കുന്നതാണ്. ഡിസംബർ മാസത്തെ വർദ്ധിപ്പിച്ച 2000 രൂപ ക്ഷേമ പെൻഷൻ ഈ മാസം 15 മുതൽ വിതരണം ചെയ്യും. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് 15 മുതൽ വിതരണം ചെയ്യുക. 18, 19 തീയതികളിലായി കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.